ശോഭനെ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് മാത്രമാണ് എന്റെ കടമ. നിങ്ങൾക്ക് മനസ്സമാത്രം ഉണ്ടാകട്ടെ. ഈ കുടുംബം രക്ഷപ്പെടട്ടെ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ പറയുന്നത് രാജേട്ട, പൂർണ്ണ മനസ്സോടുകൂടി രാജേട്ടനത് തയ്യാറാകണം. എന്റെ ചേച്ചി ആത്മാർത്ഥമായി സ്നേഹിക്കണം. കാരണം ചേച്ചി ഇത്രയും നാൾ ചേട്ടനെ സ്നേഹിച്ചിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്താ? ഒരു കാര്യം മാത്രം സൂക്ഷിക്കണം. നമ്മൾ തമ്മിൽ സ്നേഹമായിരുന്നു എന്ന് ഒരിക്കലും ചേച്ചി അറിയാനിടയാവരുത്. സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു സ്ത്രീയുടെ സ്വന്തമായിരുന്നു എന്നറിയുന്ന ആ നിമിഷം ചേച്ചി ഭരിക്കും. പറയും, നമ്മുടെ ഈ ബന്ധം ചേച്ചി അറിയുമോ? ഇല്ല ശോഭനെ, ഓമന ഒരിക്കലും ഇതറിയില്ല. സത്യം ചെയ്യും. സത്യം. എവിടെ വരൂ വരൂ. ചെല്ലൊക്കെ താമസിച്ചല്ലോ. വരുമോ? എന്താ ചേർത പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നാട്ടുകാർക്ക് എന്നോട് വെറുപ്പാ. മാർക്ക് കുറച്ചാടുമല്ലോ. നീ എന്താ നാണിച്ചു നിൽക്കുന്നത്? ഇരിക്കേ. നീ അങ്ങ് വളരെ സുന്ദരിയായല്ലോ. ചെറുപ്പത്തിലെ കണ്ടതാ. അപ്പൊ രാജ, നാളെ തന്നെ ജോലിക്ക് പോവാൻ റെഡി ആയിട്ട്. ഓ, ഞാൻ റെഡി. നല്ല ജോലിയാ. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. 1000 രൂപ ശമ്പളം. യുദ്ധകാലമായതുകൊണ്ട് വേഗം ഉയർച്ച കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാക്ടറി ഇവിടുന്ന് 10 മൈൽ അകലെയാ. 27 നമ്പർ റോഡില്. ചേച്ചി, ഈ റോഡിന്റെ നമ്പർ എത്രയാണ്? ഇത് 13 നമ്പർ. പക്ഷെ എപ്പോഴും ബസ്സുള്ളതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടില്ല. സംസാരമൊക്കെ പിന്നെയാകാം. നിങ്ങളുടെ റൂം മുകളില. വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി വരും. വല്ലതും കഴിക്കാം. നീ എന്തായി പറയുന്നത്? അച്ഛനെ ശുശ്രൂഷിക്കാനുള്ള കാരണം കൊണ്ട് നിനക്ക് കല്യാണമേ വേണ്ടെന്നോ? കല്യാണം കഴിഞ്ഞ എന്നെ നോക്കാൻ പറ്റില്ലേ? ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നിനക്ക് വേണ്ടി നല്ല ഒരു വരനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. മറ്റൊരു വിവാഹത്തിന് എനിക്കൊട്ടും ആഗ്രഹമില്ല. മറ്റൊരു വിവാഹം? അപ്പോ നീ മറ്റാരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നർത്ഥം. എങ്കിൽ പിന്നെ നിനക്ക് തുറന്നു പറയരുതോ നീ ആരെയാ ആഗ്രഹിക്കുന്നത്? അയാൾ ആരാണെങ്കിലും നിനക്ക് ഭർത്താവായി സമ്മാനിക്കാൻ ഈ അച്ഛന് സന്തോഷമേ ഉള്ളൂ മോളെ. ആരാണെന്ന് പറയൂ. അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്നൊന്നും കരുതണ്ട. അയാൾ ആരായാലും ശരി, എവിടെയായിരുന്നാലും ശരി, കണ്ടുപിടിച്ച് നിനക്ക് വിവാഹം കഴിച്ച് തരേണ്ടത് ഈ അച്ഛന്റെ കടമയാ മോളെ. പറയൂ, അയാൾ ആരാ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. ഇനി എന്നോട് അച്ഛൻ കണ്ണടക്കലിന്റെ സംസാരിക്കണ്ട. ശോഭനെ മോളെ. അവളെ ഇന്നെന്താ നേരത്തെ? ഇന്ന് ബ്ലോക്ക് തിയേറ്ററിലോട്ട് ഡാൻസ് ഉണ്ട്. നീ ഓമൻ ഇവിടെ പോയിക്കോ. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വന്ന ഇവിടെ നോക്കാൻ ആരുണ്ട്? ഞാനിവിടെ ഇരുന്നോളാം. ഓമനെ, ഓമനെ, എന്താ ചേച്ചി? നീ വന്നേ, വേഗം ഒരുമിക്കും. നമുക്കിന്ന് ഡാൻസ് കാണാൻ പോവാം. ഞാൻ വരുന്നില്ല. പേടിക്കൊന്നും വേണ്ട, രാജനൊന്നും പറയില്ല.
എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ നോക്കിക്കോളാം. അമ്മ ക്യാൻസറാണ് ഞാനാ വരുന്നത്. ആ എന്നാ നീ ഒരുമിക്കും. വിമാനങ്ങൾ ബോംബിംഗ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും സെക്ടറുകളിൽ ഒഴിക്കുക. ശത്രു വിമാനങ്ങൾ ബോംബിംഗ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും സെക്ടറുകളിൽ ഒഴിക്കുക. ബർമ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റംഗൂൺ. പ്രധാന വാർത്ത: ശത്രു വിമാനങ്ങൾ അവിചാരിതമായി ബോംബാക്രമണം നടത്തിയതിനാൽ റംഗൂൺ നഗരത്തിലെ റോഡ് നമ്പർ 11, 12, 13, 14, 15 ഇവയിൽ താമസിച്ചിരുന്ന ജനങ്ങളെല്ലാവരും തന്നെ ബോംബിങ്ങിനിരയായി. വീണ്ടും ശ്രദ്ധിക്കുക, ശത്രു വിമാനങ്ങൾ അവിചാരിതമായി ബോംബാക്രമണം നടത്തിയതിനാൽ റംഗൂൺ നഗരത്തിലെ റോഡ് നമ്പർ 11, 12, 13, 14, 13 നമ്പർ റോഡല്ലേ? അതെ. സോറി, ആരും തന്നെ ജീവിച്ചിരിപ്പില്ല.